നമസ്കാരം. ഞാനൊരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ക്രിസ്റ്റഫർ റീഡ് ലെനിനെക്കുറിച്ച് ഒരു നോവൽ എഴുതാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെയാണ് എസ് ദങ്കുലവ് എഴുതിയ കഥ തേടി പോകുന്നത്. ലെനിനെക്കുറിച്ചുള്ള ഒരു കഥ. ക്രിസ്റ്റഫർ റീഡ് ലെനിൻ്റെ ജീവചരിത്രം എഴുതിയ പ്രശസ്തനായ എഴുത്തുകാരനാണെന്ന് അറിയാലോ. ആ ക്രിസ്റ്റഫർ ആ കഥ തേടിപ്പോയത് മാക്സിം ഗോർക്കിയുടെ ലൈബ്രറിയിലേക്കാണ്. അവിടെ ലൈബ്രറി സൂക്ഷിപ്പുകാരനെ കണ്ടപ്പോൾ തന്നെ സംഗതി നടക്കില്ല എന്ന് ഉറപ്പായി. കാരണം ഒരു ഭ്രാന്തനെ പോലെയാണ് അയാൾ പെരുമാറുന്നത്. ക്രിസ്റ്റഫറിനോട് അസാധാരണമായ വിധം ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നു, പറയുന്നു. ഇങ്ങനെ വാതിലിലേക്കും ചുമരിലേക്കൊക്കെ കാണിച്ചുകൊണ്ടാണ് ഓരോന്ന് പറയുന്നത്. അതിൻ്റെ ഇടയിൽ ക്രിസ്റ്റഫർ വിശദീകരിക്കുന്നുണ്ട്. ദങ്കുലവ് എഴുതിയ കഥയാണ്. ജോൺ റീഡും ലെനിനുമാണ് ആ കഥയിലെ കഥാപാത്രങ്ങൾ. ജോൺ റീഡ് ലെനിനെ ലോക ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ, ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസങ്ങൾ എഴുതിയ ആളാണല്ലോ. റഷ്യൻ വിപ്ലവത്തിൻ്റെ കഥ എഴുതിയ ജോൺ റീഡ് ലെനിനും സംസാരിച്ച് നടന്നു വരുന്നതാണ് കഥയുടെ തുടക്കം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് ആ ഭ്രാന്തനെ പോലെ പെരുമാറുന്ന ലൈബ്രറിയൻ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, ഇതാണ് ആ പുസ്തകം, നിങ്ങൾ അന്വേഷിച്ച് നടന്ന പുസ്തകം എന്ന് പറയുന്നു. ഒരു ഭ്രാന്തനായ വൃദ്ധൻ സൂക്ഷിച്ചു വെച്ച പുസ്തകം. അങ്ങനെയാണ് ക്രിസ്റ്റഫറിന് കിട്ടുന്നത്, എവിടെയും കിട്ടാത്ത അമൂല്യനിധി. ക്രിസ്റ്റഫറിൻ്റെ നോവലിന് മുതൽക്കൂട്ടായി മാറിയ ദങ്കുലവിൻ്റെ കഥ, ലെനിനും ജോൺ റീഡും കഥാപാത്രങ്ങളായ കഥ. ഇത് യഥാർത്ഥത്തിൽ ഈ കഥ നടന്ന സംഭവമല്ല. കഥാപാത്രങ്ങളൊക്കെ ഉള്ളതാണെങ്കിലും ഇത് നടന്ന സംഭവമല്ല. ക്രിസ്റ്റഫർ ലെനിൻ്റെ ജീവചരിത്രം എഴുതിയിട്ടുണ്ടെങ്കിലും നോവൽ എഴുതിയിട്ടില്ല. എന്നാൽ അദ്ദേഹം ലെനിനെക്കുറിച്ച് ഒരു നോവൽ എഴുതാൻ ഇറങ്ങി പുറപ്പെട്ടാൽ എന്തായിരിക്കും കഥ? ആ അന്വേഷണം നല്ലൊരു ആകാംക്ഷ ഉണ്ടാക്കുന്നില്ലേ നിങ്ങൾക്കും? ഞാൻ ഇത് പറയാൻ കാരണം സി അനൂപ് എഴുതി മാതൃഭൂമി പ്രസിദ്ധീകരിച്ച അദൃശ്യ സന്ദർശനം എന്ന നോവൽ, അതിനെക്കുറിച്ച് പറയാനാണ്. ഇത് വായിച്ചപ്പോൾ നിങ്ങളെ കൂടി പരിചയപ്പെടുത്താമെന്ന് കരുതിയാണ് വന്നത്. അദൃശ്യ സന്ദർശനത്തിലെ ഒരു മരണം എന്ന അധ്യായത്തിലെ കഥയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇക്കാലത്തൊരു ഭ്രാന്തനല്ലാതെ ഒരാൾ ലെനിനെ ഉള്ളിലിങ്ങനെ കൊണ്ടു നടക്കുമോ? ലോകം ഏറ്റവും പുതിയ കാലത്തും യുദ്ധത്തിൻ്റെയും വംശീയതയുടെയും സ്വാർത്ഥ നേട്ടങ്ങളുടെയും കനപ്പെട്ട വിനോദങ്ങളിൽ മുഴുകിക്കഴിയുന്ന അധികാര കേന്ദ്രങ്ങളുടെ ചുറ്റും കഴിയുന്ന മനുഷ്യനെക്കുറിച്ച് അവലാതിപ്പുണ്ട, അവന് വേണ്ടി ജീവിതം പണിത ഒരു മഹാമനുഷ്യൻ്റെ ജീവിതകഥ. ദൈവത്തിൻ്റെ മുകളിലേക്ക് വളർന്ന ഇല്ലിച്ചിൻ്റെ കഥ. ആ കഥ ഇന്ന് ഉള്ളിൽ തൊട്ട് സൂക്ഷിച്ചു വെക്കണമെങ്കിൽ ഒരു ഭ്രാന്തനല്ലേ കഴിയൂ. ആ അർത്ഥത്തിൽ ഇക്കാലത്ത് ലെനിനെ തേടിപ്പോയ സി അനൂപും ആ ഭ്രാന്തനായ വൃദ്ധനെ പോലെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. പുതിയ കാലത്തിന് വേണ്ടി ലെനിനെ പുതുക്കി വായിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തിലെ കുറേ ഭ്രാന്തന്മാരുടെ കൂട്ടത്തിൽ മലയാളത്തിൽ നിന്നൊരാൾ അദൃശ്യ സന്ദർശനത്തിലൂടെ ഒരു എഴുത്തുകാരൻ വരികയാണ് എന്ന് പറയാം. നമുക്ക് നോവലിൻ്റെ വിശദാംശത്തിലേക്ക് പോവുകയാണെങ്കിൽ, പ്രസാധകൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഒരു നോവൽ എഴുതാനുള്ള സ്വയം പീഡയിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ് ക്രിസ്റ്റഫർ റീഡ്. അങ്ങനെയാണ് വ്ളാദിമിർ ഇല്ലിച്ച് ഉല്യാനോവിൻ്റെ ജീവിതം നോവലാക്കാൻ തീരുമാനിച്ചത്. ലെനിൻ്റെ ജീവചരിത്രകാരനാണ്. അപ്പോൾ പിന്നെ അത് ഭയങ്കര എളുപ്പമായിരിക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ തെറ്റി. അതൊരു പീഡ തന്നെയായിരുന്നു. എന്നാലും ക്രിസ്റ്റഫർ ഇറീനയുടെ പ്രചോദനത്തിൽ എഴുതാൻ തീരുമാനിച്ചിറങ്ങിത്തിരിക്കുകയാണ്. ആ നോവൽ എഴുത്തിനായുള്ള സഞ്ചാരമാണ് അദൃശ്യ സന്ദർശനം എന്ന നോവൽ. ക്രിസ്റ്റഫറിൻ്റെ അന്വേഷണം എഴുത്തുകാരൻ്റെ തന്നെ അന്വേഷണമായി മാറുകയാണ്. പുതിയ കാലത്ത് നിന്നുകൊണ്ട് 1917 റഷ്യൻ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ 1924 അന്തരിച്ച ലെനിൻ്റെ ജീവിതം കഥയിലാക്കാനുള്ള ശ്രമം സി അനൂപിൻ്റെ എഴുത്തിൻ്റെ ഓരോ ഘട്ടത്തിലെയും സംഘർഷം നമ്മളിലേക്ക് അനുഭവിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഭ്രാന്തമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന, നമ്മളെയും കൂടി കടത്തിവിടുന്ന ഒരു എഴുത്ത് രീതിയാണ്. അയാൾ കാണുന്നതെല്ലാം അത്ഭുത കാഴ്ചകളാണ്. ക്രിസ്റ്റഫർ റീഡ്, ലെനിനെ തേടി പോകുന്ന ക്രിസ്റ്റഫർ റീഡ് കുറേയൊക്കെ ഒരു അസാധാരണത്വത്തിലൂടെ, അത്തരം അനുഭവങ്ങളിലൂടെ, അത്തരം കഥകളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ലെനിൻ്റെ ജീവിതം അങ്ങനെയാണല്ലോ. 16 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ച ഒരു പയ്യൻ, ചെറുപ്പത്തിലെ വധശിക്ഷയിൽ വിധിക്കപ്പെട്ട അലക്സാണ്ടറിൻ്റെ സഹോദരൻ, തന്നെ കാറൽ മാർക്സിനോട് അടുപ്പിച്ച, സാഹോദര്യത്തെക്കുറിച്ച് പഠിപ്പിച്ച ജ്യേഷ്ഠനെ പ്രഭുവർഗം ഇല്ലാതാക്കുന്നത് നേരിട്ട് അനുഭവിച്ച ഒരു അനിയൻ്റെ കഥ. അതേ ഭരണകൂടം നാടുകടത്തിയ സഹോദരിയുടെ അനിയൻ്റെ കഥ. നിസ്സഹായതയുടെ പ്രതിഷേധ മുഖങ്ങളിൽ 1893 അറസ്റ്റ് ചെയ്യപ്പെട്ട യുവാവിൻ്റെ കഥ. 14 മാസം ജയിലിൽ തടങ്കലിലാക്കപ്പെട്ടവൻ്റെ, സൈബീരിയയിലേക്ക് നാടുകടത്തപ്പെട്ടവൻ്റെ കഥ. ആ കഥ പറയാൻ പോകുമ്പോൾ ക്രിസ്റ്റഫർ റീഡിൻ്റെ മുന്നിൽ കുറേ മനുഷ്യരുണ്ടായിരുന്നു. ലെനിൻ്റെ ഭൂതകാല കഥകൾ, ഡോക്ടർ ബക്തറേവ്, ഭാര്യ ക്രൂപ്സ്കയ ഒക്കെ ഉണ്ടായിരുന്നു. ഗുരുവായിരുന്ന പ്ലഹനോവ്, ട്രോട്സ്കി, പിന്നെ സ്റ്റാലിൻ. അതിൽ സ്റ്റാലിൻ ഒരൊറ്റയാനായിരുന്നു. ലെനിനെയും വിപ്ലവത്തെയും അത്രത്തോളം സ്നേഹിച്ച സ്റ്റാലിൻ. ലോകത്ത് ആരുടെ മുന്നിലും തെറ്റുകാരനായി അവതരിപ്പിക്കപ്പെട്ടാലും ലെനിൻ മാത്രം തന്നെ വിശ്വസിച്ചാൽ മതി എന്ന ആത്മവിശ്വാസത്തിൽ വിപ്ലവാനന്തരം ലെനിൻ്റെ പിന്നാലെ റഷ്യയെ നടത്തിച്ച സ്റ്റാലിൻ. പക്ഷേ ഏകാധിപതിയുടെ മുഖഛായയിൽ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ട സ്റ്റാലിൻ. എന്നാൽ ആഗ്രഹിച്ചതുപോലെ ഒരിക്കൽ പോലും ലെനിൻ സ്റ്റാലിനെ ഓർത്ത് മുഖം കുനിച്ചില്ല എന്ന യാഥാർത്ഥ്യം, ആ ഒരൊറ്റ ഉറപ്പിൻ്റെ ബലത്തിലാണ് സ്റ്റാലിൻ മുന്നോട്ട് പോയത്. പിന്നെ എന്താണ് നടന്നത് എന്ന ആകാംക്ഷ നമുക്ക് വരും. ക്രിസ്റ്റഫർ അവസാനം വരെ സ്റ്റാലിനെ അന്വേഷിച്ചു പോകുന്നുണ്ട് നോവലിൽ. യാഥാർത്ഥ്യവും ഒപ്പം കേട്ട കഥകളും ഒക്കെ ഉണ്ടാക്കുന്നൊരു സംഘർഷം ഉണ്ടല്ലോ. ഡോക്ടർ ബക്തറേവിൻ്റെ സ്വപ്നത്തിലെ അനുഭവവും ക്രൂപ്സ്കയുടെ പിന്നാലെ വന്ന ചാരനും ഒക്കെ ചേർന്ന് സ്റ്റാലിൻ നിഗൂഢമായ ഒരു സത്യമായി നോവലിൽ
അവതരിക്കുന്നുണ്ട്. ഡോക്ടർ ബക്തറേവിന് മുന്നിൽ ഒടുവിൽ പ്രത്യക്ഷപ്പെട്ട് സ്റ്റാലിൻ പറയുന്നുണ്ട്, ക്ഷമിക്കണം ബക്തറേവ്, ലെനിൻ പറഞ്ഞിരിക്കാനിടയുള്ള പലതുണ്ട്. അതിൽ പ്രതിനായക സ്ഥാനത്ത് തീർച്ചയായും ഞാനായിരിക്കും. മറ്റാർക്കും എന്നെ അങ്ങനെ പ്രതിഷ്ഠിക്കാം. പക്ഷേ ലെനിൻ്റെ മുന്നിൽ ഞാൻ അങ്ങനെ ആയിരിക്കുന്നു എന്ന് ലോകം അറിയരുത്. അങ്ങനെ സംഭവിച്ചാൽ ചരിത്രം എനിക്ക് മാപ്പ് തരില്ല. ക്ഷമിക്കണം ഡോക്ടർ ബക്തറേവ് എന്ന് പറയുന്നുണ്ട് അതിൻ്റെ ഒരു ആശങ്കയിൽ സ്റ്റാലിൻ. ലെനിൻ്റെ ജീവിതത്തിലൂടെ സ്റ്റാലിൻ്റെ അവശിഷ്ട ആശങ്കയിലേക്ക് സഞ്ചരിച്ച നമ്മളെ ഗഹനമായ ഒരു പാതാളത്തിലേക്ക് തള്ളിവിടുമ്പോൾ തന്നെ ഈ ലോകത്തെ അത്ഭുതപ്പെടുത്തിയ അസാധാരണ മാനുഷിക വൈഭവങ്ങൾ പ്രകടിപ്പിച്ച ഒരനശ്വര വിപ്ലവകാരിയുടെ ജീവിതം അടയാളപ്പെടുത്തുകയാണ് അദൃശ്യ സന്ദർശനം. ലെനിൻ പല നിലയിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിലും അദൃശ്യ സന്ദർശനം വ്യത്യസ്തമാകുന്നത് സംഭവബഹുലമായ ആ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ തന്നെ ലെനിൻ്റെ ആന്തരിക ജീവിതത്തിലൂടെ സഞ്ചരിക്കുന്നു എന്നതിലൂടെയാണ്. പുറമേക്ക് കത്തിയെരിയുമ്പോൾ ആ വിപ്ലവകാരിയുടെ ആത്മനിഷ്ഠ സഞ്ചാരങ്ങൾ മുന്നോട്ട് പോയ പാത, അതിലൂടെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അങ്ങനെ അദൃശ്യമായി ലെനിൻ നമ്മളിലേക്ക് സന്ദർശിക്കുകയാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഏറ്റവും പ്രിയപ്പെട്ടവർ സാമൂഹ്യ ഉന്നതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ആശയവൈരുദ്ധ്യം ഉണ്ടായാലുള്ള പ്രതിസന്ധികൾ. പ്ലഹനോവിൻ്റെ കാര്യം തന്നെ നോക്കുക. പ്ലഹനോവ് ഒരർത്ഥത്തിൽ ലെനിന് ഗുരുതുല്യനായിരുന്നു. എന്നാൽ പിന്നീട് തമ്മിൽ രണ്ട് വഴികളിലൂടെ അവർ സഞ്ചരിക്കുകയാണ്. ബോൾഷെവിക്കുകളിൽ നിന്ന് വേർപിരിഞ്ഞ് മെൻഷെവിക്കുകളുടെ ശക്തനായ വക്താവായി പ്ലഹനോവ് വിപ്ലവത്തെ ഗൂഢാലോചന എന്നുപോലും വിശേഷിപ്പിക്കുന്നുണ്ട്. എന്നാൽ ലെനിൻ്റെ നേതൃത്വത്തിൽ ബോൾഷെവിക്ക് വിപ്ലവത്തിലേക്കുള്ള പാതയിൽ ശക്തമായ നിലപാട് നമ്മൾ കാണുന്നു. പക്ഷേ ആന്തരികമായി വ്യക്തി എന്ന നിലയിൽ അപ്പോൾ അനുഭവിച്ചിരിക്കാനുള്ള സംഘർഷം അത്രമാത്രം ഉള്ളതായിരിക്കും. അനൂപ് അത് പുസ്തകത്തിൽ എഴുതുന്നുണ്ട്. ഒരു രാത്രി വല്ലാതെ അസ്വസ്ഥനായ ലെനിനോട് കുറൂപ്സ്കയ ചോദിക്കുന്നു, എന്താ ഇത്ര വലിയ തലപ്പെരുക്കം എന്ന്. അതിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, പ്ലഹനോവിൻ്റെയും കൂട്ടരുടെയും പ്രചരണം എത്ര നിന്ദ്യമാണ്. ആശയപരമായ എതിരിടലിനെ ഞാൻ എന്നും സ്വാഗതം ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷേ ഇതങ്ങനെയല്ല. നമ്മുടെ സ്വാധീനം ജനങ്ങൾക്കിടയിൽ ആഴത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നും അതില്ലാതാക്കാനാകില്ലെന്നും അവർ മനസ്സിലാക്കിയിരിക്കണം. ജർമ്മൻ ചാരനായും ഒറ്റുകാരനായും ചിത്രീകരിച്ച് അറസ്റ്റ് ചെയ്യാൻ ഭരണകൂടം ശ്രമിക്കുന്ന കാലമായിരുന്നു അപ്പോഴും പ്ലഹനോവിൻ്റെ ചതി ലെനിനെ വേദനിപ്പിച്ചു. ഇത് പലയിടത്തും സംഭവിക്കുന്നുണ്ട്. ലെനിനെതിരെ ഉണ്ടായ വധശ്രമം അതിലൊന്നാണ്. ലെനിനെ ലോകത്തിന് മുമ്പിൽ പൈശാചികമായി ചിത്രീകരിച്ച അമേരിക്കയിൽ നിന്നുള്ളതടക്കമുള്ള മുതലാളിത്ത മാധ്യമങ്ങളുടെ ചിത്രീകരണം അതിൻ്റെ കൂടി ആ വാർത്തകളുടെയും ആ വ്യാജ കഥകളുടെയും ഒക്കെ ബലത്തിൽ ഒരു സ്ത്രീയാണ് നിറയൊഴിക്കാൻ ഇറങ്ങിത്തിരിച്ചത് ലെനിനെ ഇല്ലാതാക്കാൻ. ഇന്നും തുടരുന്ന ആ കുടില ബുദ്ധി നമുക്ക് അന്താരാഷ്ട്ര കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഒരു രാജ്യത്തെയോ നേതാവിനെയോ തീർക്കാൻ തീരുമാനിച്ചാൽ നിരന്തര ആഖ്യാനങ്ങളിലൂടെ എതിർവികാരം ഉയർത്തിവിട്ട് ആ നേതാവിനെ തട്ടിക്കൊണ്ടുപോവുകയോ കൊല്ലുകയോ ആ രാജ്യത്തിൻ്റെ പരമാധികാരം പോലും വകവെക്കാതെ ആക്രമിക്കുകയോ ഒക്കെ ചെയ്യുന്ന പരിപാടി. ഇതൊക്കെ അമേരിക്ക ചെയ്തു വരുന്നതാണ് എക്കാലത്തും. അതിനോട് പൊരുതിയാണ് ലെനിനും ബോൾഷെവിക്കുകളും വിപ്ലവത്തിൻ്റെ പാതയിലൂടെ നടന്നത്. മുള്ളുകൾ മാത്രമുള്ള പാത. ലെനിൻ അതിനൊരു വെളിച്ചമായി നിന്നു. ലെനിനെക്കുറിച്ച് പറയുന്ന 2 വാചകങ്ങളുണ്ട് നോവലിൽ. എന്തുകൊണ്ട് ലെനിൻ ജനതയ്ക്കത്ര പ്രതീക്ഷാ നിർഭരമായ മുഖമായി മനുഷ്യനായി മാറിയെന്ന് അത് തെളിയിക്കും. അതിങ്ങനെയാണ്, ചില മനുഷ്യർ അങ്ങനെയാണ്. സ്വയം അറിയാതെ മറ്റുള്ളവരുടെ മനസ്സിൽ പുതിയ ആകാശം അണിയിച്ചു കെട്ടും. കരയും കടലും നിർമ്മിക്കും. മരങ്ങൾ ഫല സമൃദ്ധമാകും. പുഴകളിൽ നിന്നും മത്സ്യങ്ങൾ വലയിലേക്കും ചുണ്ടയിലേക്കും നീന്തിയെത്തും. ഇതൊക്കെ കണ്ട് ഭൂമിയും കാലവും ഊഷ്മളമായ നോട്ടത്തിലൂടെ അപൂർവമായ ആ ജന്മത്തിനു ചുറ്റും തണൽപ്പായകൾ നിവർത്താൻ തുടങ്ങും. ശരിയാണ്, റഷ്യ ഒരു ദുരിത പർവ്വത്തിൻ്റെ കടൽ താണ്ടാനുള്ള ഒരുക്കത്തിലായിരുന്നു. ലെനിന് ചുറ്റും അവർ പുതിയ ജന്മത്തിൻ്റെ കര തൊടാൻ ജീവൻ നൽകി പോരിനിറങ്ങി. ആ ലെനിന് മുന്നിൽ ഒരു ഭാഗത്ത് മനുഷ്യർ, അപ്പുറത്ത് ക്രൂരതകളുടെ തേര് തെളിയിച്ച ചക്രവർത്തിമാർ, ഭരണകൂടങ്ങൾ, എന്നും അധികാരത്തെ പിന്താങ്ങി ജീവിതം സുരക്ഷിതമാക്കുന്നവർ. വിപ്ലവം വരുമ്പോഴും അവിടെയും കയറി നിൽക്കാൻ അത്തരക്കാർ നുഴഞ്ഞു കയറി ആ അധികാരത്തിലും പങ്കുപറ്റാൻ ശ്രമിക്കും. സെൻറ്റ് പീറ്റേഴ്സ് ദേവാലയത്തിൽ ചക്രവർത്തിമാർ കടക്കുന്ന വാതിലിലൂടെ വിപ്ലവത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ കയറി ചെന്ന ലെനിനെ കണ്ട് പുരോഹിതന്മാർ ഉടനെ കാലുമാറി. അധികാരത്തിൻ്റെ ഇടനാഴികളിലെ അവതാരങ്ങളായി എക്കാലവും അവർ നിൽക്കാറുണ്ട്. ചക്രവർത്തിമാരുടെ കാലം കഴിഞ്ഞു, ഇനി വിപ്ലവകാരികളുടെ കാലമാണ് എന്ന് തിരിച്ചറിഞ്ഞ ആർച്ച് ഡീക്കൻ്റെ വാക്കുകൾ അപ്പോൾ മുഴങ്ങും. അദ്ദേഹം പറയും, എല്ലാ ശക്തികളും ദൈവത്തിൽ നിന്നുണ്ടാകുന്നു എന്നാണ് രക്ഷകനായ യേശു പറഞ്ഞിട്ടുള്ളത്. ജന്മവും ജീവിതവും മരണവുമെല്ലാം. അതിനാൽ ജഗന്നിയന്താവിനോട് നാം കടപ്പെട്ടിരിക്കുന്നു. അവൻ്റെ ആളോഹരി വിഹിതം ലഭിക്കുന്നത് കൊണ്ടാണല്ലോ ഞാനും താങ്കളും പച്ചജീവനോട് നിൽക്കുന്നത്. അപ്പോൾ ലെനിനെ പാട്ടിലാക്കാനുള്ള പരിപാടിയായിരുന്നു. ലെനിൻ്റെ മറുപടിയുണ്ട്, താൻ പറയുന്ന ദൈവമുണ്ടെങ്കിൽ അയാൾക്ക് തന്നെ ഇപ്പോൾ നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല. നിങ്ങൾ സാറിൻ്റെ സ്തുതിപാഠകന്മാരാണ്. തീൻ പണ്ടാരങ്ങൾ, കുടിയാന്മാർ. എടോ, ആർച്ച് ഡീക്കൻ താൻ പറയുന്ന ദൈവമുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ശകാരങ്ങൾക്ക് അയാൾ തന്നെ ശിക്ഷിക്കട്ടെ. നിങ്ങളെല്ലാം അന്ത്യനിമിഷത്തിലെ സത്യം മനസ്സിലാക്കും. അന്ന് തീർച്ചയായും നിങ്ങൾ പശ്ചാത്തപിക്കും എന്ന് ലെനിൻ പറയുന്നുണ്ട്. ഒടുവിൽ ലെനിൻ ലക്ഷ്യത്തിലേക്ക് എത്തി. അപ്പോഴേക്കും എന്തോ ഒന്ന് അവശേഷിക്കും. ക്രിസ്റ്റഫർ റീഡിനെ ആകെ പ്രതിസന്ധിയിലാക്കി ആ ദാർശനിക ശൂന്യത നമ്മളെയും വേട്ടയാടും. ഡോക്ടർ ബക്തറേവ് ഒരു ഭ്രാന്തനെ പോലെ അവിടെ അവശേഷിക്കും. നമ്മൾ തുടക്കത്തിൽ കണ്ട ഭ്രാന്തനെ പോലെ. എഴുത്തുകാരൻ വിപ്ലവത്തിൻ്റെ വെളിച്ചത്തിലും ലെനിനെ ഇരുട്ടിൽ തപ്പും. വായനക്കാരനെ കൊണ്ട്
കത്തിക്കുന്ന ആ പ്രതലത്തിൽ അദൃശ്യ സന്ദർശനം അടുത്ത യാത്ര ആരംഭിക്കുകയാണ്. ലെനിനെക്കുറിച്ച് ഇനിയും എഴുതാനുണ്ടല്ലോ എന്ന ചിന്ത നമ്മളെയും വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ഇനിയും വായിക്കാൻ കാത്തിരിക്കുന്ന ഒരാളായി നമ്മളങ്ങനെ നിൽക്കും. ലെനിനെക്കുറിച്ചുള്ള എഴുത്ത് ഒരു പ്രതിസന്ധിയായി മാറി. എങ്ങനെ എഴുതണം എന്നറിയാതെ സ്തംഭിച്ചു നിൽക്കുന്നുണ്ട് ക്രിസ്റ്റഫർ. ഇറീന പറയുന്ന ഒരേ ഒരു കാര്യത്തിൽ എന്തിന് ലെനിനെക്കുറിച്ച് എഴുതിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ എഴുതണം എന്നതിന് ഉത്തരമുണ്ടായിരുന്നു. അതിങ്ങനെയായിരുന്നു: ഒരു ഏപ്രിലിൽ ലെനിൻ പിറന്നു എന്നത് ചരിത്രം. അതൊരാദ്യ പിറവിയായിരുന്നില്ല. അതിനു മുമ്പ് പല തലമുറകളിൽ പിറന്ന് കൊടിയ വേദനകൾ തിന്ന് പരശതം മനുഷ്യരുടെ ചോരയിൽ നിന്ന് സാക്ഷാൽ ലെനിൻ ജനിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. ഭൂമിയിൽ പലയിടത്തും ഇനിയും ലെനിൻ സംഭവിക്കും. നമ്മുടെ ഭൂപടത്തിലെ പല ദേശരേഖകളും അതിനായി പാകപ്പെട്ട് വരികയും ചെയ്യും. അതെ ക്രിസ്റ്റഫർ, നിങ്ങൾക്ക് ഈ നോവലെഴുത്ത് പൂർത്തിയാക്കാൻ കഴിയണം എന്ന്. അദൃശ്യ സന്ദർശനത്തിൻ്റെ ഒടുവിൽ നമ്മളെ വേട്ടയാടുന്ന ചിന്തയിൽ ഒരുപക്ഷെ വായനക്കാരൻ്റെ മനസ്സിൽ മറ്റൊരു ലെനിൻ യാത്ര ആരംഭിച്ചിരിക്കും. അതാണ് ഈ അനുഭവം നമ്മളെ കൊണ്ട് പറയിപ്പിക്കുക, ഈ വായനാനുഭവം. അടുത്ത പുസ്തകവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.